أول ما نستفتح المقال بذكر حمد ربنا تعالى فالحمد لله على ما أنعم حمدا به يجلو عن القلب العمى ثم الصلاة بعد والسلام على نبي دينه الإسلام. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ദുറൂസുൻ ഫിൽ ഫിഖ്ഹ് എന്ന ഹെഡിങ്ങിൻ്റെ കീഴിൽ ആഴ്ചതോറും നടത്തി വരാറുള്ള ദർസിലാണ് നാം ഉള്ളത്. ഇൽമുൽ ഫറായിദിൽ അർ-റഹബിയ എന്ന മത്തിനിൻ്റെ ഷറഹാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നതിൻ്റെ 7ാമത്തെ ഹൽക്കയാണ്. ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം അത്തഅസീബ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ 6 ഓഹരികളും ആ 6 ഓഹരി ലഭിക്കുന്നവരെ സംബന്ധിച്ചും പറഞ്ഞു. അത് ലഭിക്കാനുള്ള നിബന്ധനകളും സംസാരിച്ചു. ഇൻഷാ അല്ലാഹ് ഇന്ന് ചർച്ച ചെയ്യുന്നത് അസബക്കാരെ സംബന്ധിച്ചാണ്. അഥവാ ഖുർആനിലോ ഹദീസിലോ നിശ്ചിത ഓഹരി നിശ്ചയിക്കാത്തവർ, ഓഹരിക്കാർക്ക് ലഭിച്ച് ബാക്കിയുള്ള സ്വത്ത് കണക്കില്ലാതെ ലഭിക്കുന്നവരെ സംബന്ധിച്ചാണ് ഇന്ന് പറയുന്നത്. അതിന് അസബ എന്ന് പറയാം. മറ്റേത് അഹ്ലുൽ ഫുറൂദ്, ഓഹരിൻ്റെ ആൾക്കാർ. ഇത് അൽ അസബ, നിശ്ചിത ഓഹരി ഇല്ലാതെ ലഭിക്കുന്നവർ. അത്തഅസീബ് എന്ന് പറഞ്ഞാൽ അൽ ഇർസു ബിലാ തഖ്ദീർ, കണക്കില്ലാതെ ഓഹരി ലഭിക്കും. പിന്നെ അസ്ബാബു തഅസീബ്, അസബയാകാൻ, അസബയിൽ ഉൾപ്പെടാൻ 2 കാരണങ്ങളാണ്. 2 കാരണങ്ങളിലൂടെയാണ് ഒരാൾ അസബയിൽ പെടുക. ഒന്ന് അന്നസബ്, 2 അൽ വലാ. ഈ 2 കാരണങ്ങളിലൂടെയാണ് അസബയിൽ പെടുക. ഫൽ അസബത്തു ബിൻ നസബ്, നസബിലൂടെ അസബയാകുന്നവർ അഥവാ കുടുംബ ബന്ധത്തിലൂടെ അസബയാകുന്നവർ മയ്യത്തുമായി ബന്ധപ്പെട്ട എല്ലാ ആണുങ്ങളും ഓഹരി ലഭിക്കുക. അഥവാ വാരിസ്യങ്ങളിൽപ്പെട്ട 25 ആൾക്കാരെ പറഞ്ഞു. ആ 25 ആൾക്കാരിൽ എല്ലാ ആണുങ്ങളും അസബത്തും ബിൻ നഫ്സാണ്, അസബക്കാരാണ്. 2 വിഭാഗം ഒഴികെ. ഒന്ന് അസ്സൗജ്, ഭർത്താവ്. 2 അൽ അഹുമിനൽ ഉമ്മയത്ത സഹോദരൻ. ഈ 2 വിഭാഗം ആൾക്കാർ ഒഴിച്ച് ബാക്കി എല്ലാവരും അസബക്കാരാണ്, ബാക്കി എല്ലാ ആണുങ്ങളും. അതിലൊരു പെണ്ണ് വരുന്നത് മുഅ്തിഖത്ത്, അടിമ മോചിപ്പിച്ച ആ വ്യക്തി. അത് പെണ്ണാണെങ്കിൽ ആ പെണ്ണ് അസബക്കാരനാവും. ആ അടിമയുടെ സ്വത്ത് മൊത്തമായിട്ട് ആ പെണ്ണിന് ലഭിക്കും. ഇപ്പം അസബത്തും ബിൻ നഫ്സ് കുടുംബത്തിലെ എല്ലാ ആണുങ്ങളും, 2 ആൾക്കാർ ഒഴിച്ച്, ഔലാദുൽ ഉമ്മു അതുപോലെ തന്നെ സൗജ്. ഈ 2 വിഭാഗം ആൾക്കാർ ഒഴിച്ച് ബാക്കി എല്ലാവരും അസബയാണ്, എല്ലാ ആണുങ്ങളും. വലായിലൂടെ ബന്ധമുള്ള 2 ആൾക്കാർ, ഒന്ന് മുഅ്തിഖും മുഅ്തിഖത്തും, അഥവാ അടിമ മോചിപ്പിച്ച ആണും അടിമ മോചിപ്പിച്ച പെണ്ണും. 2 ആൾക്കാരും അസബരാണ്. പിന്നെ അസബ എന്നുള്ളത് 3 തരത്തിലാണ്, 3 വിഭാഗമുണ്ട്. അസബ കണക്കില്ലാതെ ലഭിക്കുന്നവർ. ഒന്ന് അസബത്തുൻ ബിൻ നഫ്സ്, 2 അസബത്തുൻ ബിൽ ഗൈർ, 3 അസബത്തുൻ മഅൽ ഗൈർ. അസബത്തുൻ ബിൻ നഫ്സ് എന്ന് പറഞ്ഞാൽ അവർ സ്വയം അസബക്കാരനാണ്. ഈ നസബ് അല്ലെങ്കിൽ വലാ, ഈ 2 കാരണം കൊണ്ട് അസബക്കാരനായവൻ. നസബോ വലാഓ, ഈ 2 കാരണം കൊണ്ട് അസബക്കാരനായവനാണ് അസബത്തും ബിൻ നഫ്സ്. സ്വമേധയാ അവൻ അസബക്കാരനാണ്, മറ്റു വേറെ കാരണങ്ങളൊന്നും ഉണ്ടാവില്ല. അവർ 14
14 ആൾക്കാരാണ്. 14 ആൾക്കാരാണ് അസബത്തും ബിൻ നഫ്സ്. 1 ഇബിന്, 2 ഇബിനുൽ ഇബിന്, മകൻ്റെ മകൻ, 3 അബ്, 4 ജദ്, 5 അഖുൻ ഷഖീഖ്, 6 അഖും മിനൽ അബ് ഉപ്പയൊത്ത സഹോദരൻ, 7 ഇബ്നു അഖിൻ ഷഖീഖ് ഉപ്പയൊത്ത ഷഖീഖിൻ്റെ മകൻ, 8 ഇബ്നു അഖിം മിനൽ അബ് ഉപ്പയൊത്ത സഹോദരൻ്റെ മകൻ, 9 അമ്മുൻ ഷഖീഖ് ഷഖീഖായ അമ്മ് അഥവാ മയ്യത്തിൻ്റെ പിതാവിൻ്റെ ഉപ്പയും ഉമ്മയുമൊത്ത സഹോദരൻ, 10 അമ്മുല്ലി അബ് മയ്യത്തിൻ്റെ പിതാവിൻ്റെ ഉപ്പയൊത്ത സഹോദരൻ, 11 ഇബ്നു അമ്മിൻ ഷഖീഖ് അമ്മുൻ ഷഖീഖിൻ്റെ മകൻ, 12 ഇബ്നു അമ്മില്ലി അബ് ഉപ്പയത്തെ സഹോദരനായ അമ്മിൻ്റെ മകൻ. 12 ആയില്ലേ? ബാക്കി 2 ആൾക്കാർ, ഒന്ന് മുഅ്തിഖ് പിന്നെ മുഅ്തിഖത്ത്. ഈ 14 ആൾക്കാരാണ് അസബത്തും ബിൻ നഫ്സ്. ഇവർ ഒരു ഗണത്തിൽ വന്നാൽ, ഇപ്പോൾ ഒരു മസ്അല, ഒരാൾ മരണപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ വാരിസ്യങ്ങളിൽ ഈ 14 ആൾക്കാരുണ്ട്. ഈ 14 ആൾക്കാരുണ്ടെങ്കിൽ ഇവർക്ക് കണക്കില്ലാതെ ലഭിക്കും. ഇവർ അസബക്കാരനാണ്. അതുപോലെ തന്നെ മനിൻ ഫറദ മിൻ ഹൗലായി വരിസൽ മാലു കുല്ലഹു, ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടു, ഈ 14 ആൾക്കാരിൽ ആരെങ്കിലും ഒരാൾ മാത്രമേ മയ്യത്തിനുള്ളെങ്കിൽ ആ സ്വത്ത് മുഴുവൻ ഇദ്ദേഹം എടുക്കും, ഒത്തെടുക്കും. അതേപോലെ തന്നെ ഈ 14 ആൾക്കാരിൽ പെണ്ണുങ്ങളില്ല, ഒരാളൊഴിച്ച് വേറെ ആരും പെണ്ണുങ്ങളില്ല. ആ ഒരാളാരാണ്? മുഅ്തിഖത്ത്, അടിമ മോചിപ്പിച്ച പെണ്ണ്. അതുപോലെ തന്നെ സൗജും ഔലാദുൽ ഉമ്മയൊത്ത സഹോദരനും, ഈ 2 ആൾക്കാരും അസബയിൽ പെടൂല. ബാക്കി എല്ലാ ആണുങ്ങളും പെടും. ഇനി മയ്യത്തിൻ്റെ കൂടെ അഹ്ലുൽ ഫുറൂദിൻ്റെ ആൾക്കാരും ഇവരും വന്നാൽ, ആദ്യം അഹ്ലുൽ ഫുറൂദിൻ്റെ ആൾക്കാർക്ക് അവരുടെ ഓഹരി കൊടുക്കും. അവരുടെ ഓഹരി കൊടുത്ത് മിച്ചം വന്നത്, ബാക്കി വന്ന സ്വത്ത് മുഴുവൻ ഇവർക്ക് ലഭിക്കും. ഇതാണ് അസബത്തും ബിൻ നഫ്സ്, 14 ആൾക്കാർ. അടുത്ത 2ാമത്തെ വിഭാഗമാണ് അസബത്തുൻ ബിൽ ഗൈർ, മറ്റൊരാളും കൂടെ കൂടുമ്പം അസബയാകുന്നവർ. സ്വന്തമായിട്ട് അസബയാവില്ല, പക്ഷെ മറ്റൊരാളെ കൂടെ കൂടുമ്പം അവരും അസബയാവും. അവർക്കെന്തില്ല? നിശ്ചിത ഓഹരി ഉണ്ടാവില്ല. അത് പറയാം, എഴുതുന്നുണ്ട്. 2ാമത്തെ വിഭാഗം അസബത്തും ബിൽ ഗൈർ, സ്വമേധയാ അവൻ അസബക്കാരിൽ പെടൂല, അഹ്ലുൽ ഫുറൂദായിരിക്കും, നിശ്ചിത ഓഹരി നിശ്ചയിക്കപ്പെട്ട ആൾക്കാരായിരിക്കും. പക്ഷെ മറ്റൊരാളുടെ കൂടെ കൂടുമ്പോൾ അവനെന്ത് ചെയ്യും? അസബയിലേക്ക് വരും. അവർ 4 അസ്നാഫ്, 4 വിഭാഗമാണ്. 1 ബിന്ത്, മകള്. ഞാൻ പറഞ്ഞു എത്ര ഓഹരി മകൾക്കുണ്ട്? ബിന്തിന് എത്ര ഓഹരി ലഭിക്കും? 2. 1 നിസ്ഫ്, 2 സുലുസ്. നിസ്ഫ് കിട്ടാൻ 2 നിബന്ധനകൾ പറഞ്ഞു. മുഅസ്സിബ് ഉണ്ടാകാൻ പാടില്ല, അതുപോലെ തന്നെ ഇഷ്തിറാക്ക് ഉണ്ടാകാൻ പാടില്ല. അപ്പോഴാണ് നിസ്ഫ് കിട്ടുക. സുലുസാനി കിട്ടുന്ന ഇതും പറഞ്ഞു, അതിനും 2 തന്നെ. മുഅസ്സിബ് ഉണ്ടാകാൻ പാടില്ല, അതുപോലെ തന്നെ ഇഷ്തിറാക്ക് ഉണ്ടാകണം, 1ൽ കൂടുതൽ ആൾക്കാരുണ്ടാകണം. ഈ രണ്ട് സന്ദർഭത്തിലും അവർക്ക് നിസ്ഫ് എന്ന ഓഹരിയാണ്, അല്ലെങ്കിൽ സുലുസ് എന്ന ഓഹരിയാണ്. ഇനി ഒരാൾ മരണപ്പെട്ടു, അദ്ദേഹത്തിന് ഒരു മകളുണ്ട്, ഒരു മകനുണ്ട്. ആ സമയത്ത് എന്തില്ല?
ഈ പെണ്ണ് ഈ മകൻ്റെ കൂടെ അസബക്കാരനായി. അപ്പം നിശ്ചിത ഓഹരിയില്ല. മൊത്തം സ്വത്തിൻ്റെ മകന് 2 ഓഹരി, പെണ്ണിന് 1 ഓഹരി. ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ എന്ന രീതിയിൽ വിധിക്കും. ഇപ്പം ബിന്ത് എന്നുള്ളത്, മകൾ എന്നുള്ളത് മകൻ്റെ കൂടെ കൂടുമ്പോൾ അസബക്കാരനാവും. ബിന്ത് ഒറ്റക്കാണെങ്കിൽ കിട്ടേണ്ട ഓഹരി ഒന്നുകിൽ നിസ്ഫ് അല്ലെങ്കിൽ സുലുസാനി, സമ്പത്തിൻ്റെ 2/1 അല്ലെങ്കിൽ 3/2. ഇതാണ് അവർ ഓഹരി. ആ ബിന്ത് മകൻ്റെ കൂടെ വരികയാണെങ്കിൽ, ബിന്തിൻ്റെ കൂടെ മകൻ ഉണ്ടാവുകയാണെങ്കിൽ, ബിന്തും ഇബിനും, ഒരു മയ്യത്തിന് ബിന്തും ഉണ്ട് ഇബിനും ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ആ ബിന്ത് ഈ മകൻ്റെ കൂടെ കൂടിയിട്ട് അസബക്കാരിയാവും. അപ്പോൾ അവർക്ക് നിശ്ചിത ഓഹരി ഇല്ല. അവിടെ വീതിക്കുന്നത് ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ, 2 പെണ്ണിൻ്റെ ഓഹരി 1 ആണിന്, ആ രീതിയിൽ വീതിക്കും. രണ്ടാമത്തത് ബിന്തുൽ ഇബിന്, മകൻ്റെ മകള്. ഈ മകൻ്റെ മകള് 2 ഓഹരിയാണ്, 3 ഓഹരി കിട്ടും. മകൻ്റെ മകൾക്ക് 3 ഓഹരി, നിസ്ഫ് കിട്ടും, സുൽസാനി കിട്ടും, പിന്നെ സുദുസും കിട്ടും. ഇതൊക്കെ പഠിക്കണം, എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിസ്ഫ് കിട്ടുന്നത് ഒറ്റക്കായിരിക്കണം, മുഹസിബ് ഉണ്ടാകാൻ പാടില്ല, ബിന്ത് ഉണ്ടാകാൻ പാടില്ല, ഫറഅ വാരിസ് ഉണ്ടാകാൻ പാടില്ല. ഈ 3 നിബന്ധന വെച്ചാൽ ഒറ്റ കിട്ടും. സുലുസാന് കിട്ടാനും 3 നിബന്ധന, കുറേ ഒന്നിൽ കൂടുതൽ ഉണ്ടാകണം, മുഅസ്സിബ് ഉണ്ടാകാൻ പാടില്ല, ബിന്ത് ഉണ്ടാകാൻ പാടില്ല. സുദുസ് കിട്ടുന്നതോ നിസ്ഫ് കിട്ടുന്ന ബിന്തിൻ്റെ കൂടെ ഉണ്ടാകണം, നിസ്ഫ് കിട്ടുന്ന ബിന്ത് ഓളുടെ കൂടെ ഉണ്ടാകണം, മുഅസ്സിബ് ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായോ? ഈ നിബന്ധനകളൊക്കെ ഉണ്ടെങ്കിലാണ് ഈ ഓഹരി ലഭിക്കുക. ഇനി ഇവരുടെ കൂടെ ഇബിനുൽ ഇബിനുണ്ട്, ബിന്തുൽ ഇബിൻ്റെ കൂടെ ഇബിനുൽ ഇബിനുണ്ട്. മയ്യത്തിൻ്റെ മകൻ്റെ മകളുടെ കൂടെ മകൻ്റെ മകനുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ മകൻ്റെ കൂടെ ആയിട്ട് എന്ത് ചെയ്യും? ഈ മകൻ്റെ മകള് അസബക്കാരനാവും. അപ്പം നിശ്ചിത ഓഹരി ഇല്ല. മൊത്ത സമ്പത്ത് എടുത്തിട്ട് എന്ത് ചെയ്യും? ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ എന്ന രീതിയിൽ വിധിക്കും. ഒരാൾ മരണപ്പെട്ടു, അദ്ദേഹത്തിന് മകൻ്റെ മകനുണ്ട്, മകൻ്റെ മകളുണ്ട്, വേറെ ആരുമില്ല. അങ്ങനെയാണെങ്കിൽ ആ സ്വത്ത് എന്ത് ചെയ്യും? 3 ഓഹരി വെക്കും. 3 ഓഹരി വെച്ചിട്ട് 2 ആ മകൻ്റെ മകനും 1 ഓഹരി മകൻ്റെ മകൾക്കും കൊടുക്കും. അപ്പം പെണ്ണിൻ്റെ നേരെ ഇരട്ടി ആണിനെന്ന നിലയിൽ വീതിക്കും. അപ്പം എന്തില്ല? നിശ്ചിത ഓഹരിയില്ല. മൂന്നാമത്തെ വിഭാഗം അഷ്ഷഖീഖത്ത്, ഉപ്പയും ഉമ്മയും ഒത്ത സഹോദരി. ഓർക്കും പറഞ്ഞു എത്ര ഓഹരി? 2 ഓഹരി. നിസ്ഫ് കിട്ടുന്ന സമയമുണ്ട്, സുലുസാനി കിട്ടുന്ന സമയമുണ്ട്. അതിൻ്റെ നിബന്ധനകളും പറഞ്ഞു. നിസ്ഫ് കിട്ടുമ്പം ഒറ്റക്കായിരിക്കണം, മുഅസ്സിബ് ഉണ്ടാകാൻ പാടില്ല, ഫറഅ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ഇവളുടെ കൂടെ വര ഉണ്ടാകാൻ പറ്റില്ല. അസ്ലുമിന് ദുക്കൂർ ഉണ്ടാകാൻ പറ്റില്ല. ഈ നിബന്ധനകളൊക്കെ പറഞ്ഞു. അപ്പം ഈ നിബന്ധനകളൊക്കെ പാലിച്ചാൽ അവർക്ക് എന്താണ്? ഒന്നുകിൽ നിസ്ഫ് കിട്ടും, അല്ലെങ്കിൽ സുലുസാനി കിട്ടും. ഇനി അവർ അസബയാകുന്ന സമയം എപ്പോഴാണ്? ഷഖീഖത്തിൻ്റെ കൂടെ ഷഖീഖ് ഉണ്ടാവുകയാണെങ്കിൽ, മയ്യത്തിൻ്റെ ഉമ്മയും ഉപ്പയും ഒത്ത സഹോദരിയുടെ കൂടെ മയ്യത്തിൻ്റെ ഉമ്മയും ഉപ്പയും ഒത്ത സഹോദരൻ ഉണ്ടെങ്കിൽ ആ സഹോദരനൊപ്പം കൂടിയിട്ട് ഈ ഷഖീഖ് എന്ത് ചെയ്യും? ഷഖീഖത്ത് അസബക്കാരനാവും. അപ്പോൾ അവിടെ വീതിക്കണം എങ്ങനെയാ? ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ. എന്നുവെച്ചാൽ ഒരു പെണ്ണിൻ്റെ 2 പെണ്ണിൻ്റെ ഓഹരി 1 ആണിന് എന്ന നിലയിൽ ഓഹരി വെക്കും. നാലാമത്തേത് ഉഖ്തും മിനൽ അബ്, ഉപ്പയൊത്ത സഹോദരി. ഈ ഉപ്പയൊത്ത സഹോദരിയും അതിൻ്റെ കൂടെ ഉപ്പയൊത്ത സഹോദരനുണ്ടെങ്കിൽ ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ എന്ന രീതിയിൽ ഓഹരി വെക്കും. അഥവാ ഓരോ ഗണത്തിലും അവർക്ക് തുല്യരായ ആണുങ്ങൾ അവരുടെ കൂടെ വന്നാൽ, ബിന്തിൻ്റെ കൂടെ ഇബിന്, മകളുടെ കൂടെ മകന്, മകൻ്റെ മകളുടെ കൂടെ മകൻ്റെ മകന്, ഉപ്പയുമ്മത്തെ സഹോദരൻ്റെ കൂടെ ഉപ്പയുമ്മത്തെ സഹോദരൻ, ഉപ്പയൊത്ത സഹോദരിയുടെ കൂടെ ഉപ്പയൊത്ത സഹോദരൻ, ഓരോ ഈ 4 വിഭാഗത്തിലും ബിന്തുൽ ഇബിന്, ഷഖീഖത്ത്, ഉഖ്തു മിനൽ അബ്, ഈ 4 കൂട്ടരുടെയും കൂടെ അവർക്ക് തുല്യമായ ആണുങ്ങൾ അവരുടെ കൂടെ വന്നാൽ അവർ അസബക്കാരനാവും.
അപ്പോൾ അവർക്ക് എന്തില്ല, നേരത്തെ നിശ്ചയിച്ച ആ ഓഹരി ലഭിക്കൂല. അവർ എന്ത് ചെയ്യും, ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ എന്ന ആ പൊതുവായ ഖായിദയിലാണ് അവർക്ക് ഓഹരി വെച്ച് കൊടുക്കുക, വീതിച്ചു കൊടുക്കുക. ഇതാണ് അസബത്തുൻ ബിൽ ഗൈർ. മൂന്നാമത്തത് അസബത്തും മഅൽ ഗൈർ. അസബത്തും മഅൽ ഗൈർ രണ്ട് വിഭാഗം ആൾക്കാരാണ്. ഒന്ന് അശ്ശഖായിഖ്, ആരാ, ഉപ്പയും ഉമ്മയുമൊത്ത സഹോദരിമാർ. ഉപ്പയും ഉമ്മയുമൊത്ത സഹോദരിമാർ ബിൻത്തിൻ്റെ കൂടെ വന്നാൽ ബിൻത്തിൻ്റെ കൂടെ എന്ത് ചെയ്യും, അവർ അസബയാവും. അസബത്തും മഅൽ ഗൈർ എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ കൂടെ കൂടിയിട്ട് അസബയാവും, സ്വന്തത്തിൽ അസബയാവില്ല. അവർ ഒറ്റയ്ക്ക് വന്നാൽ അവർക്ക് നിശ്ചയിക്കപ്പെട്ട ഓഹരി ലഭിക്കും. ഇനി മറ്റൊരാളുടെ കൂടെ വന്നാൽ എന്ത് ചെയ്യും, അവർക്ക് അസബക്കാരനാവും. നേരത്തെ പറഞ്ഞത് ആണിൻ്റെ കൂടെ വന്നാലാണ്. അസബത്തും മഅൽ ഗൈറിൽ പെണ്ണിൻ്റെ കൂടെ വന്നാൽ തന്നെ അസബയാവും. ആ രണ്ട് വിഭാഗം ആൾക്കാരാണ്. അസബത്തും ബിൽ ഗൈർ എന്ന് പറഞ്ഞാൽ ആ നാല് വിഭാഗം ആൾക്കാരുടെ കൂടെ അവർക്ക് തുല്യമായ ആണുങ്ങൾ വന്നാലാണ് അസബത്തും ബിൽ ഗൈർ ആവുക. ഇവിടെ അസബത്തും മഅൽ ഗൈർ എന്ന് പറഞ്ഞാൽ പെണ്ണിൻ്റെ കൂടെ പെണ്ണ് വന്നാൽ എന്ത് ചെയ്യും, അവർ രണ്ടും കൂടിയിട്ട് അസബയാവും. ആ രണ്ട് വിഭാഗം ആൾക്കാരാണ്. ഒന്ന് അശ്ശഖായിഖ്, ഉപ്പയും ഉമ്മയുമൊത്ത സഹോദരി. ഉപ്പയും ഉമ്മയുമൊത്ത സഹോദരിയുടെ കൂടെ ബിന്ത് വന്നു, അല്ലെങ്കിൽ ബനാത്ത്, പെൺമക്കൾ. അപ്പോൾ ഇവർ രണ്ടാളും എന്ത് ചെയ്യും, അസബയാവും. ബിന്തിൻ്റെ ഓഹരി ലഭിക്കും, ഈ സഹോദരിക്ക് ബാക്കിയുള്ള സ്വത്ത് ലഭിക്കും. ഇപ്പോൾ ഒരാൾ മരണപ്പെട്ടു. ആ മരണപ്പെട്ട മയ്യത്തിന് ഒരു ബിന്തുണ്ട്, ഒരു ബിന്തും ഒരു ഷഖീഖത്തും, ഒരു ബിന്തും. അപ്പോൾ എന്ത് ചെയ്തു, ഓഹരി വെക്കുമ്പോൾ ബിന്തിന് ഒറ്റക്കാണ്, ബിന്ത് ഒറ്റക്കാണ്, മുഅസിബ് കൂടെ ഇല്ല. അപ്പോൾ എത്ര കിട്ടും, ബിന്തിന് നിസ്ഫ് കൊടുത്തു. ബിന്തിൻ്റെ കൂടെ ഷഖീഖത്ത് വന്നു. അപ്പോൾ ഷഖീഖത്തിന് എത്രയാ, രണ്ടല്ല, ബാക്കി ഫുള്ള് ഷഖീഖത്ത് കിട്ടി. അസബയല്ലേ, അസബത്തും മഅൽ ഗൈർ, ബാക്കി ഷഖീഖത്തിന് കിട്ടി. അൽ അഖവാതു ഇദാ കുന്ന അസബത്തൻ ബിൽ ഗൈർ ഫലാ യകുന അസബത്തൻ മഅൽ ഗൈർ. ഇപ്പം സഹോദരിമാർ അസബത്തും ബിൽ ഗൈറാവും. ഇപ്പം ഒരു ബിന്ത്, പിന്നെ ഒരു ഷഖീഖത്തും ഒരു ഷഖീഖും. ഒരാൾ മരണപ്പെട്ടു, ആ മരണപ്പെട്ട വ്യക്തിക്ക് ബിന്തുണ്ട്, ഷഖീഖത്തുണ്ട്, ഷഖീഖുണ്ട്. സഹോദരിയുണ്ട്, സഹോദരനുണ്ട്, മകളുണ്ട്. ഇവിടെ എങ്ങനെ കൊടുക്കുക, ആദ്യം മകൾ കൊടുക്കുക. എത്ര കിട്ടും, നിസ്ഫ്, കാരണം ആരുമില്ല, ഒറ്റക്കാണ്. മകൾക്ക് നിസ്ഫ് കൊടുത്തു. ഷഖീഖുണ്ട്, ഷഖീഖത്തുണ്ട്. അപ്പം എന്തായി, അസബായി, അസബത്തും ബിൽ ഗൈറായി. അപ്പം ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ എന്ന രീതിയിൽ എന്ത് ചെയ്യും, കൊടുക്കും. അപ്പോൾ ഒരാൾ അസബത്തും ബിൽ ഗൈറായാൽ പിന്നെന്താവില്ല, അസബത്തും മഅൽ ഗൈറാവില്ല. ബിൽ ഗൈറാണ് പവർ കൂടുതൽ. അപ്പം പവർ കൂടുതലുള്ളതിന് എന്ത് ചെയ്യും, എടുക്കും. അതെടുത്താൽ ഒരാൾ അസബത്തും ബിൽ ഗൈറാവുകയാണെങ്കിൽ അവിടെ എന്താവില്ല, അസബത്തും മഅൽ ഗൈറാവില്ല. ഇനി ഇവിടെ ഷഖീഖില്ല, ബിന്തും ഷഖീഖത്തും മാത്രമാണെങ്കിൽ അസബത്തും മഅൽ ഗൈറാവും, ബിന്തിൻ്റെ കൂടെ അസബയാവും. ഇനി ബിന്തും ഷഖീഖത്തും ഷഖീഖുണ്ടെങ്കിൽ ഷഖീഖത്ത് എന്ത് ചെയ്യും, ഷഖീഖിൻ്റെ കൂടെ ആയിട്ട് അസബത്തും ബിൽ ഗൈറാവും, മഅൽ ഗൈറാവില്ല. അപ്പം ഷഖീഖത്ത് ഒന്നാമത്തതാണ് ഷഖീഖത്ത്, അസബത്തും മഅൽ ഗൈറിൽ. രണ്ടാമത്തത് അൽ അഖവാതു മിനൽ അബ് മഅൽ ഫുറൂഇൽ ഇനാസ്. അതുപോലെ തന്നെ ഷഖീഖത്തിൻ്റെ പകരം ഉപ്പയൊത്ത സഹോദരി, ഉപ്പയൊത്ത സഹോദരിയും മകളും വന്നു. മകൾക്ക് നിസ്ഫ്, ഉപ്പയൊത്ത സഹോദരിക്ക് ബാക്കി. ഇനി ഒരു മകൾ വന്നു, പിന്നെ ഉഖ്തുൻ ഷഖീഖ വന്നു, ഉഖ്തുൻ മിനൽ അബും വന്നു. അങ്ങനെ കേട്ടാ, മകൾക്ക് നിസ്ഫ്, ഉഖ്തുൻ മിനൽ അബിന് ഒന്നും കിട്ടൂല, കാരണം ഷഖീഖത്ത് എന്തായി, അസബായി. അപ്പം ബാക്കിയുള്ളത് ഷഖീഖത്തിന് പോയി, ഉഖ്തുൻ മിനൽ അബ് ഒന്നുമില്ല. അപ്പോൾ ഇതാണ് അസബത്തുൻ മഅൽ ഗൈർ. അപ്പോൾ ഈ രണ്ട് വിഭാഗമാണ് അസബത്തുൻ മഅൽ ഗൈർ. ഇനി നോക്കേണ്ടത്, ഇപ്പോൾ അസബ 3 രീതിയിൽ പഠിച്ചു. ഇനി അവർ എല്ലാവരും ഒന്നിച്ചു വന്നു.
അപ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഒരു തർത്തീബുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ അസബത്തും ബിൻ നഫ്സ് അവർ വന്നു, അസബത്തും ബിൽ ഗൈർ വന്നു, അസബത്തും മഅൽ ഗൈർ വന്നു. ഒക്കെ വന്നാൽ കൊടുക്കേണ്ട ഒരു രീതിയുണ്ട്. ആദ്യം നോക്കേണ്ടത് ജിഹത്താണ്. ജിഹത്ത്, ഖുവ്വത്ത്, ദറജ, ഇതാ നോക്കുക. ആദ്യം എന്ത് ചെയ്യും? ജിഹത്ത് നോക്കും. ജിഹത്ത് 3 ജിഹത്താണുള്ളത്. ഒന്ന് ബുനൂവത്ത്. ബുനൂവത്ത് എന്ന് പറഞ്ഞാൽ മക്കൾ. ബുനൂവത്ത് അബ്നാ ഉൽ മയ്യത്ത്, മയ്യത്തിൻ്റെ ആൺമക്കൾ. വ അബ്നാ ഉഹും, അവരുടെ മക്കൾ. ഇബിനുൽ ഇബിന് അങ്ങനെ താഴോട്ട് പോകും. അവരാണ് ആദ്യം പരിഗണിക്കേണ്ടത് മയ്യത്തിൻ്റെ. രണ്ടാമത്തത് ഉബൂവത്ത്, ഉപ്പ, മയ്യത്തിൻ്റെ പിതാവ്, അതുപോലെ തന്നെ മയ്യത്തിൻ്റെ ജദ്, പിതാവിൻ്റെ പിതാവ്, അങ്ങനെ പോകും. മൂന്നാമത്തത് ഉഹൂവത്ത്, പിന്നെ സഹോദരന്മാർ. 4 ഉമൂമത്ത്, അമ്മമാർ. പിന്നെയാണ് വലാഇൻ്റെ 5ാമത്തത്. അപ്പോൾ ഇതാണ് ജിഹത്ത്. ആദ്യം നമ്മൾ ജിഹത്താണ് പരിഗണിക്കേണ്ടത്. ഇപ്പോൾ ഒരാൾ മരണപ്പെട്ടു. ആ മരണപ്പെട്ട വ്യക്തിക്ക് നേരത്തെ പറഞ്ഞ അസബത്തും ബിൻ നഫ്സിൻ്റെ 14 ആൾക്കാരുണ്ട്. മകനുണ്ട്, മകൻ്റെ മകനുണ്ട്, ഉപ്പയുണ്ട്, ജദ്ദുണ്ട്, ഷഖീഖുണ്ട്, അഹുമിനുൽ അബുണ്ട്, ഇബ്നു ഷഖീഖുണ്ട്, ഇബ്നു അഹുമിനുൽ അബുണ്ട്, അമ്മു ഷഖീഖുണ്ട്, അമ്മും മിൻ അഖുണ്ട്, അമ്മും മിനുൽ അബ്, അതുപോലെ തന്നെ ഇബ്നു അമ്മുൻ ഷഖീഖ്, ഇബ്നു അമ്മും മിനുൽ അബ്, അങ്ങനെ എല്ലാവരും ഉണ്ട്. അങ്ങനെ ആദ്യം നോക്കേണ്ടത് ജിഹത്താണ്. നമ്മൾ 5 ജിഹത്ത് പറഞ്ഞു. ഒന്ന് ബുനൂവത്ത്, 2 ഉബൂവത്ത്, ഉഹൂവത്ത്, ഉമൂമത്ത്, വലാ. അപ്പം ഈ ജിഹത്ത് ഈ തർത്തീബിൽ തന്നെ പഠിക്കണം. ഈ 5 തർത്തീബാണ്. ആദ്യം ഇവിടുന്ന് മാറ്റി നിർത്തേണ്ടത് ബുനൂവത്തിനാണ്, മക്കളെയാണ്. അപ്പോൾ ഈ മക്കളെ മാറ്റി നിർത്താം. ബുനൂവത്തിനകത്തിൽ ആരൊക്കെപ്പെടും? ഇബിനും ഇബിനുൽ ഇബിനും. അപ്പോൾ ആദ്യത്തെ 2 ആൾക്കാരെ മാറ്റി നിർത്തി ബാക്കി എല്ലാവരും താഴ്ന്നു. ബാക്കി ആർക്കും കിട്ടൂല. പിന്നെ ഇവിടെ കിട്ടൽ ഇവർക്കാണ്, ബുനൂവത്ത് ഇബിനും ഇബിനുൽ ഇബിനും. അതാണ് ജിഹത്ത്. അപ്പം ജിഹത്ത് മാറ്റി. ഇപ്പോൾ ഇവിടെ 2 ആൾ ബാക്കിയുണ്ട്. ഈ 2 ആൾക്കും കൊടുക്കാൻ കഴിയോ? ഇല്ല. എന്ന് നോക്കണം. ഇല്ല, മകള് അസബല്ലല്ലോ, അസബത്തും ബിൻ നഫ്സ് പറയുന്നത്. ഇനിയിപ്പം ഇബിനുണ്ട്, ഇബിനുണ്ട്. അടുത്ത് നോക്കേണ്ടത് ദറജയാണ്. ദറജ എന്ന് പറഞ്ഞാൽ മയ്യത്തുമായിട്ട് ഇവർക്കുള്ള ബന്ധം. ഇപ്പം ഇബിനിന് മയ്യത്തുമായിട്ട് നേരിട്ട് ബന്ധം, എൻ്റെ ഇടയിലൊരാളില്ല. ഇബിനുൽ ഇബിനിന് 2ാമത്തെ തൊബക്കയാണ്. ഇബിനുൽ ഇബിന് മയ്യത്തുമായിട്ടുള്ള ബന്ധം, അതിൻ്റെ നടുക്കാണ്ട് ഇബിനുണ്ട്. ഇനി 3ാമത്തെ തലമുറയാണെങ്കിലോ മയ്യത്തിൻ്റെയും ആ 3ാമത്തെ തലമുറ പേരക്കുട്ടീൻ്റെ ഇടയിൽ 2 ആളുണ്ട്. അപ്പം ദൂരത്തായി. ഇപ്പം ദറജ നോക്കുമ്പോൾ ഏറ്റവും ആദ്യം വരുന്നത് ഇബിനാണ്. അപ്പം ഇബിനെടുത്തു. അപ്പം ബാക്കി ആർക്കില്ല, ഇബിന് മാത്രം കിട്ടി. ബാക്കി സ്വത്ത് മുഴുവൻ ആർക്ക് കിട്ടും? ഇബിന് മാത്രം കിട്ടും. ഇനിയിപ്പം സഹോദരന്മാർ, ഉദാഹരണത്തിന് ഒരാൾ മരിച്ചു, അദ്ദേഹത്തിന് ഷഖീഖുണ്ട്, അഹുമിനുൽ അബുണ്ട്, ഇബിനു ഷഖീഖുണ്ട്, ഇബിനു അഹുമിനുൽ അബുണ്ട്. 4 ആൾക്കാരുണ്ട്. ഒന്ന് ഉപ്പയും ഉമ്മയുമൊത്ത സഹോദരനുണ്ട്, ഉപ്പയും ഉമ്മയുമൊത്ത സഹോദരൻ്റെ മകനുണ്ട്, ഉപ്പയൊത്ത സഹോദരൻ്റെ മകനുണ്ട്. ഈ 4 ആൾക്കാരുണ്ട്. ആദ്യം നോക്കേണ്ടത് ജിഹത്താണ്. ജിഹത്തിൽ ബുനൂവത്തില്ല, വിട്ടു. ഉബൂവത്തില്ല, വിട്ടു. ഉഹുവത്ത് ഉണ്ട്. ഇപ്പോൾ ഉഹുവത്തിൽ ആരൊക്കെയുണ്ട്? അഖുൻ ഷഖീഖുണ്ട്, പിന്നെ ആരുണ്ട്? അഖുമിനുൽ അബുണ്ട്. ഇപ്പം ജിഹത്ത് എടുക്കുമ്പോൾ മറ്റേ 2 ആൾ വിട്ടു. ജിഹത്തിൽ ആദ്യം വന്നത് ആരാണ്? ഈ രണ്ട് വിഭാഗത്ത് എടുത്തു. ഇതെടുത്ത ശേഷം പിന്നെ നോക്കേണ്ടത് ദറജയാണ്. ദറജയിൽ ഇപ്പം ഏറ്റവും മുകളിൽ ആരാണ്? ദറജയിൽ ഇപ്പം മയ്യത്തുമായിട്ട് നേരിട്ട് ബന്ധമുള്ളത് അഖുൻ ഷഖീഖിനും അഖുമിനുൽ അബിനും. ഇവർക്കാണ് ദറജ. ഇവർ 2ാമത്തെ ദറജയിലാണ്. അഥവാ മയ്യത്ത് കഴിഞ്ഞു, മയ്യത്തിൻ്റെ പിതാവിലാണ് ഇവർക്ക് ബന്ധം. മയ്യത്ത് കഴിഞ്ഞു, പിതാവ് കഴിഞ്ഞു, പിതാവിലൂടെ
സഹോദരൻ രണ്ടാമത്തെ തൊബക്കയാണ്. അവരുടെ ഇബ്നു ഷഖീഖോ മൂന്നാമത്തെ തൊബക്കയാണ്. അപ്പം എന്ത് ചെയ്തു? അടുത്തുള്ള ദർജ എടുത്തു. ഇബ്നു ഷഖീഖിനെ എടുത്തു, അഖുമ്മിനുൽ അബിനെ എടുത്തു, രണ്ടാളായി. മൂന്നാമത്തെ ദർജന എന്ത് ചെയ്തു? ഒഴിവാക്കി. മൂന്നാമത്തെ തൊബക്കയെ ഒഴിവാക്കി. മയ്യത്തുമായിട്ട് ബന്ധം നോക്കും. ഇപ്പോൾ 4 ആൾക്കാരുണ്ട്. മയ്യത്തുമായിട്ട് ബന്ധം നോക്കി, ദർജ നോക്കി. ആദ്യം ഷഖീഖിൻ്റെ നോക്കി. ഷഖീഖിൻ്റെ ഇടയിലും മയ്യത്തിൻ്റെ ഇടയിലും ഒരാളേ ഉള്ളൂ, ഉപ്പയേ ഉള്ളൂ. ഉപ്പയിലൂടെയല്ലേ ഷഖീഖത്ത് ബന്ധം വരിക, ഒരാളേ ഉള്ളൂ. അഖുമ്മിനുൽ അബിൻ്റെയും മയ്യത്തിൻ്റെ ഇടയിൽ ബന്ധം നോക്കി, ഉപ്പയേ ഉള്ളൂ, ഒരാളേ ഉള്ളൂ. പിന്നെ മൂന്നാമത്തെ ഇബ്നു ഷഖീഖിൻ്റെയും മയ്യത്തിൻ്റെ ഇടയിലുള്ള ബന്ധം നോക്കിയപ്പോൾ 2 ആളായി. മയ്യത്തിൻ്റെ ഉപ്പയും അതുപോലെ തന്നെ സഹോദരനുണ്ട്. എന്നിട്ടുള്ള സഹോദരൻ്റെ മകൻ വരിക, അപ്പോൾ 2 ആളായി. അപ്പോൾ എന്ത് ചെയ്തു? ഓനെ മാറ്റി നിർത്തി. കാരണം ദറജ കുറഞ്ഞു. ഇവിടെ മയ്യത്തുമായിട്ട് ഒരാളിലൂടെ വ്യത്യാസം മാത്രമുള്ള ഒരാളുണ്ട്, 2 വ്യത്യാസത്തിലുള്ള ഒരാളുണ്ട്. അപ്പോൾ 2 വ്യത്യാസമുള്ള ഒരാൾ എന്ത് ചെയ്തു? ഒഴിവാക്കി. പിന്നെ ഇബ്നു അഖിൻ്റെ നോക്കി. ഇബ്നു അഖും മയ്യത്തുമായിട്ടുള്ള ബന്ധം 2 ആൾക്കാരുടെ ഇടയിൽ, അഖുമ്മിനുള്ള അബുണ്ട്, അതുപോലെ തന്നെ പിതാവുണ്ട്. അപ്പോൾ ഓനെ ഒഴിവാക്കി. ഇപ്പോൾ 2 ആൾക്കാർ മാത്രം ബാക്കിയായി. ആരൊക്കെ? ഷഖീഖും അഖുമ്മിനുള്ള. ഇനി ഇവർക്ക് എങ്ങനെ കൊടുക്കും? ആദ്യം ജിഹത്ത് നോക്കി, ഉഖുവത്തിൻ്റെ ജിഹത്ത് എടുത്തു. അപ്പോൾ 4 ആൾക്കാർ വന്നു. അത് കഴിഞ്ഞാൽ ദറജ നോക്കി. ദറജ നോക്കുമ്പോൾ 2 ആൾക്കാർ വന്നു. മയ്യത്തുമായിട്ട് ഏറ്റവും നല്ല അടുത്ത ബന്ധമുള്ളത് ഈ 2 ആൾക്കാരാണ്. ദറജ. മറ്റ് 2 ആൾക്കാർ ഒഴിവാക്കി, 2 ആൾക്കാർ മാത്രം ബാക്കിയായി. ഇനി ഈ 2 ആൾക്കാരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കണം. അതിന് നോക്കേണ്ടതാണ് കൂവത്ത്. മയ്യത്തുമായിട്ടുള്ള അവരുടെ ബന്ധത്തിൻ്റെ കൂവത്ത് നോക്കണം. ഇവിടെ ഉപ്പയും ഉമ്മയും ഒത്ത സഹോദരനുണ്ട്, ഉപ്പയൊത്ത സഹോദരനുണ്ട്. കൂവത്താർക്കാണ് ബന്ധം? ഷഖീഖിനല്ലേ? ഷഖീഖിന് 2 കൂവത്തുണ്ട്. അതാ ഉപ്പയും ഉമ്മയും ഒത്ത സഹോദരനാണ്, മറ്റാൾ ഉപ്പയൊത്ത സഹോദരനാണ്. അപ്പം കൂവത്ത് കൂടുതൽ ഷഖീഖിനാണ്. അപ്പം ഷഖീഖിനെടുത്തു, മറ്റാൾ ഒഴിവാക്കി. അപ്പോൾ ഈ എല്ലാവരും വന്നിട്ട് 4 ഒഴിവായി, ഒറ്റ ഒരാളായി വന്നു, ഷഖീഖ് മാത്രമേ. അപ്പം സ്വത്ത് മുഴുവൻ ആർക്ക് കിട്ടി? ഷഖീഖിന് കിട്ടി. അപ്പോൾ ഈ 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം ജിഹത്ത് നോക്കണം, അതിനുശേഷം ദറജ, അതിനുശേഷം കൂവത്ത്. ഉദാഹരണം നോക്കുക. ഒരാൾ മരണപ്പെട്ടു. അദ്ദേഹത്തിന് ഇബ്നുണ്ട്, മകൻ്റെ മകൻ. അതുപോലെ തന്നെ മകനുണ്ട്, മകൻ്റെ മകനുണ്ട്. ആർക്കാ കിട്ടുക? മകന് കിട്ടും. കാരണം മറ്റോ 2 ജിഹത്തൊന്നാണ്, ബുനുവത്തിൻ്റെ ജിഹത്താണ്. ദറജയിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. ദറജയിൽ മകൻ നേരിട്ട് വന്നാണ്, മകൻ്റെ മകൻ ഇടയിൽ ഒരാളുണ്ട്. അപ്പം മകൻ്റെ മകന് പോയി. നോക്കിക്കോ, ഒരാൾ മരണപ്പെട്ടു. അദ്ദേഹത്തിന് പിതാവുണ്ട്, ഒരു മകനുണ്ട്, ഒരു അമ്മുൻ ഷഖീഖുണ്ട്, ഒരു ഇബ്നു അമ്മുല്ലി അബുണ്ട്. 4 ആൾക്കാർ. അപ്പോൾ ഈ 4 ആൾക്കാരിൽ നോക്കണം. ആദ്യം ജിഹത്ത് നോക്കണം. ബുനുവത്തിൻ്റെ ജിഹത്ത്, പിന്നെ ഉബുവത്തിൻ്റെ ജിഹത്ത്, ഉഖുവത്തിൻ്റെ ജിഹത്ത്, ഉമൂമത്തിൻ്റെ ജിഹത്ത്. ഈ 4 ജിഹത്തിലും ആൾക്കാരുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതിൽ ആദ്യം എടുക്കേണ്ട ജിഹത്ത് ഏതാണ്? ബുനുവത്തിൻ്റെ ജിഹത്ത് ഉണ്ടെങ്കിൽ മറ്റു 3 ജിഹത്തുകാരെന്ത് ചെയ്തു? മാറ്റി. മറ്റു 3 ജിഹത്തുകാർക്ക് കിട്ടൂല. ആദ്യം ബുനുവത്ത് നോക്കണം. അതില്ലെങ്കിൽ ഉബുവത്ത്, പിതാക്കന്മാർ. അതില്ലെങ്കിൽ ഉഖുവത്ത്, അതില്ലെങ്കിൽ ഉമൂമത്ത്. അതില്ലെങ്കിലാണ് വലായിൻ്റെ നോക്കേണ്ടത്. ഇതാണ് ജിഹത്ത്. ഈ ജിഹത്ത് ഈ ക്രമത്തിൽ തന്നെ പരിഗണിക്കണം. ഇനി ജിഹത്ത് നോക്കിക്കഴിഞ്ഞ് ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ നോക്കേണ്ടത് ദറജയാണ്. ദറജയിൽ ഇപ്പം ഇബിനുണ്ടാവും, ഇബിനുണ്ടാവും. അപ്പോൾ ദറജ അടുത്തതാരാ? ഇബിനാണ്, മയ്യത്തുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം. ഇനി അഖുൻ ഷഖീഖ് ഉണ്ടാവും, ഇബിനു അഖുൻ ഷഖീഖ് ഉണ്ടാവും. ആരടുത്തത്? ഷഖീഖാണ്. അഖുൻ ഷഖീഖാണ് മയ്യത്തുമായിട്ടുള്ള ബന്ധം കൂടുതൽ. ഇതിനൊരു അഖുൻ ഷഖീഖ് ഉണ്ട്, ഒരു ഇബിനു അഖുൻ ഷഖീഖ് ഉണ്ട്, ഒരു അഖുമ്മിനുൽ അബുണ്ട്. 3 ആൾക്കാർ. ജിഹത്ത് ഉഖുവത്താണ്. അഖുൻ ഷഖീഖ്, അഖുമ്മിനുൽ അബ്, ഇബ്നു അഖുൻ ഷഖീഖ്. 3 ആൾക്കാരാണ്. 3ഉം ബുനുവത്താണ്. അതിനുശേഷം പിന്നെ നോക്കേണ്ടത് ദറജയാണ്. ദറജയിൽ ആരെല്ലാം പെടും? ആരെല്ലാം ബാക്കിയാവും ദറജയിൽ? അഖുൻ ഷഖീഖും അഖുമ്മിനുൽ അബ്, പിന്നെ ഇബ്നു അഖുൻ ഷഖീഖാണ്. അപ്പം ദറജയിൽ ആര് പോയി? ഇബ്നു അഖുൻ ഷഖീഖ് പോയി. കാരണം മയ്യത്തുമായിട്ട് 2 ആൾക്കാർ ഇടയിൽ വരുന്നുണ്ട്, മറ്റാൾക്കാർ ഒരാളെ വരുന്നുണ്ട്, പിതാവേ വരുന്നുള്ളൂ, മറ്റാൾക്കാർ 2 ആൾക്കാരുടെ. അപ്പോൾ അവർ 2 എടുത്തു. അതിന് പിന്നെ നോക്കേണ്ടത് കൂവത്താണ്.
ഇപ്പം അഖുൻ ഷഖീഖ് ഉണ്ട്, അഖുമിനുള്ള അബുണ്ട്. കൂവത്ത് കൂടുതലായിരിക്കാണ് അഖുൻ ഷഖീഖ്. കാരണം അവന് ഉപ്പയും ഉമ്മയും ഒത്ത സഹോദരനാണ്, മറ്റാൾ ഉപ്പ മാത്രം ഒത്ത സഹോദരനാണ്. അപ്പം കൂവത്ത് ഓനിക്കാണ്, അപ്പോൾ ഓനെടുക്കണം. ഇതാണ് അവരിൽ നിന്നും അസബക്കാരിൽ നിന്നും തിരഞ്ഞെടുക്കേണ്ട രീതി. ആദ്യം ജിഹത്ത് നോക്കുക, പിന്നെ ദറജ നോക്കുക, പിന്നെ കൂവത്ത് നോക്കുക. ഇനിയിപ്പം ചില ആൾക്കാർക്ക് 2 ഓഹരി ലഭിക്കും 2 രീതിയിലൂടെ. ഇപ്പം കുടുംബത്തിൽ തന്നെ കല്യാണം കഴിച്ചാൽ, ഇപ്പോൾ ഒരു പെണ്ണ് അമ്മിൻ്റെ മകനെ കല്യാണം കഴിച്ചു, അമ്മിൻ്റെ മകനെ കല്യാണം കഴിച്ചു ആവൂലേ? ഇപ്പം അമ്മു എന്ന് പറഞ്ഞാൽ ആരാ? ഉപ്പാൻ്റെ സഹോദരൻ. ഇപ്പോൾ ഒരു പെണ്ണ് ഉപ്പാൻ്റെ സഹോദരൻ്റെ മകളെ കല്യാണം കഴിച്ചു, മകനെ കല്യാണം കഴിച്ചു. ഒരു പെണ്ണ് ഉപ്പാൻ്റെ സഹോദരൻ്റെ മകനെ കല്യാണം കഴിച്ചു. അപ്പം ഈ ഇളയപ്പാര മോനെ കല്യാണം കഴിച്ചു. അപ്പോൾ ഈ പെണ്ണിന് എന്ത് ചെയ്തു? ഈ പെണ്ണ് മരിച്ചു, ഈ ഭാര്യ മരിച്ചു. അപ്പോൾ ഈ ഭർത്താവിന് ഈ പെണ്ണിലൂടെ 2 ബന്ധമുണ്ട്. ഒന്ന് സൗജ് എന്ന ബന്ധമുണ്ട്, പിന്നെ ഇബിന് അമ്മ എന്ന ബന്ധമുണ്ട്. അപ്പോൾ ഈ ഭർത്താവ് ആരൊക്കെയാണ്? സൗജിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ നിസ്ബ് കിട്ടും. സൗജിനപ്പം നിസ്ബ് കിട്ടുക മയ്യത്തിന് മക്കളില്ല, മയ്യത്തിന് പിതാവില്ല, മയ്യത്തിന് മറ്റു സഹോദരന്മാരാരുമില്ല, എല്ലാവരും മരിച്ചിന്. അപ്പം അമ്മുമില്ല, ഇബിനമ്മു മാത്രം ബാക്കി. അപ്പം ഇബിനമ്മ ആരുമായി? അസബക്കാരനുമായി, സൗജുമായി അസബക്കാരനുമായി. അപ്പോൾ സമ്പത്ത് മുഴുവൻ ആർക്ക് കിട്ടി? ഈ ഭർത്താവിന് കിട്ടി. അപ്പോൾ ഒരാൾ ഇപ്പോൾ സൗജാണെങ്കിൽ ആ സൗജിൽ മാത്രം ഒതുങ്ങാൻ പാടില്ല, മറ്റേതെങ്കിലും തരത്തിൽ മയത്തുമായിട്ട് ബന്ധമുണ്ടോ നോക്കണം. ഇപ്പം ഇവിടെ ആദ്യം കൊടുക്കേണ്ടത് നിസ്ഫ നോഹരിയാണ്. ആ നിസ്ഫ നോഹരി കൊടുത്ത് പിന്നെ ബാക്കി എല്ലാവരും ആരും ഇല്ലെങ്കിൽ അസബക്കാരൻ്റെ നില എന്ത് ചെയ്യും? അതും കിട്ടും. ഇനി 2 ഓഹരി ഇതിപ്പം ഫർദക്കാരൻ്റെ അഹ്ലുൽ ഫുറൂദുമായി അസബക്കാരനായി. ഇനി ചിലപ്പോൾ എന്ത് ചെയ്യും? 2 ഓഹരി തന്നെ ലഭിക്കും, വേറെ എന്തെങ്കിലും രീതിയിലൂടെ 2 ഓഹരി തന്നെ ലഭിക്കും. അപ്പോൾ ആദ്യം ഏത് ബന്ധത്തിലൂടെയാണ് ഓഹരി കിട്ടുന്നത് അത് കൊടുക്കുക, പിന്നെ 2ാമത്തെ ഓഹരിയും കൊടുക്കുക. അങ്ങനെ കല്യാണത്തിലൂടെ പരസ്പരം ബന്ധങ്ങളായിട്ട് വേറെന്തോ തരത്തിൽ എന്ത് ചെയ്യും? 2 ഓഹരികളൊക്കെ ലഭിക്കും. ഇപ്പോൾ അദ്ദേഹത്തിന് മയ്യത്തുമായിട്ടുള്ള ബന്ധം 2 രീതിയിലൂടെ അസബക്കാരനാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇബിനുൻ വഹു മുഅ്തിഖുൻ, ഒരാൾക്ക് ഒരു മകൻ, ആ മകൻ എന്ത് ചെയ്തു? യുദ്ധത്തിൽ മറ്റൊരാളുടെ അടിമയായി. പിന്നെ ഈ ഉപ്പ തന്നെ പോയിട്ട് എന്ത് ചെയ്തു? ആ മകനെ മോചിപ്പിച്ചു. അപ്പം ആ മകനുമായിട്ട് ഉപ്പാക്കുള്ള ബന്ധം ഇപ്പം നമ്മുടെ ഫറായിൻ്റെ അടിസ്ഥാനത്തിൽ നസബിലൂടെ ബന്ധമുണ്ട്, വലായിലൂടെ ബന്ധമുണ്ട്, അല്ലേ? നസബിലൂടെയുള്ള ബന്ധം ബുനുവത്താണ്, അസബയുടെ ബന്ധമാണ്, അസബക്കാരനാണ് ഉപ്പ. വലായിലൂടെയും അസബക്കാരനാണ്. അപ്പോൾ ആ മകൻ മരിച്ച് മകന് വേറെ ആരുമില്ല, ഈ ഉപ്പ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഉപ്പാക്ക് ആ മകനുമായിട്ടുള്ള ബന്ധം 2 രീതിയിലാണ്. ഒന്ന് വലായിൻ്റെ അടിസ്ഥാനത്തിൽ അസബക്കാരനാവും, അതേപോലെ തന്നെ ഉപ്പ എന്ന രീതിയിലും അസബക്കാരനാവും. അങ്ങനെ 2 അസബ ഒരാൾക്ക് വന്നാൽ ഏറ്റവും അടുത്തുള്ള അസബ ഏതാണോ അതിനെ പരിഗണിക്കും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ജിഹത്ത് നോക്കുമ്പോൾ ഉപ്പ 2ാം സ്ഥാനത്താണ്, വലാഓ 5ാം സ്ഥാനത്താണ്. അപ്പം എന്ത് ചെയ്യും? ഉപ്പ എന്ന അടിസ്ഥാനത്തിലാണ് അവിടെ കൊടുക്കുക, ഉപ്പ എന്ന അടിസ്ഥാനത്തിലാണ് കൊടുക്കുക. സമ്പത്ത് മുഴുവൻ ഇയാൾക്ക് തന്നെ കിട്ടേണ്ടത്. അപ്പോൾ കൊടുത്തത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? വലായിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഉബൂവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ രീതിയിലാണ് കൊടുക്കുക. ഇതാണ് അസബക്കാരുമായി പറയാനുള്ള കാര്യങ്ങൾ, അസബയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ആദ്യം അഹ്ലുൽ ഫുറൂദിൻ്റെ കണക്കൊക്കെ മനസ്സിലാക്കുക, അതിനുശേഷം അസബ. ഇനി ഹജ്ബും കൂടിയുണ്ട്. ആ ഹജ്ബും കൂടി ആയാൽ പിന്നെന്ത് ചെയ്യുക? നമുക്ക് ഓഹരി വെക്കാൻ തുടങ്ങാം. ഇതൊക്കെ മനപ്പാടുണ്ടാകണം. ഇപ്പം അസബക്കാരാരിലാണ് 14 ആൾക്കാർ. ആ 14 ആൾക്കാർ മനസ്സിൽ വരണം. ആ 14 ആൾക്കാരിൽ ജിഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറുന്നവർ,
ജിഹത്തിൻ്റെ ദറജൻ്റെ അടിസ്ഥാനത്തിൽ മാറുന്നവർ, അതിന് കൂവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ ആ പോട്ടിൽ നമ്മൾ മനസ്സിൽ വരണം. ആവർത്തിച്ച് പഠിച്ചാലേ അതാവുള്ളൂ. ഇതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത് ഏറ്റവും ആദ്യം ഉയർത്തപ്പെടുന്ന ഇൽമ് ഫറായിദിൻ്റെ ഇൽമാണ്. അഥവാ ഏത് സമയത്തും എല്ലാ കണക്കും മനസ്സിലുണ്ടാകണം, എന്നാലും ഒരു മസാല നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. ഹജ്ബ് പഠിക്കണം, അസബൻ്റെ ഈ കണക്ക് പഠിക്കണം, ഫുറൂദിൻ്റെ കണക്ക് പഠിക്കണം, ഓഹരികൾ, നിശ്ചിത ഓഹരികൾ ആർക്കൊക്കെ ലഭിക്കും, എപ്പോഴൊക്കെ ലഭിക്കും, അതൊക്കെ നമ്മൾ മനസ്സിൽ ഏത് സമയത്തും ഉണ്ടാകണം. എന്നാലും നമുക്കൊരു ഒരു മസാല നമ്മുടെ മുന്നിൽ വന്നാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക? പക്ഷെ അത് അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴത്തേക്ക് അഹ്ലുൽ ഫുറൂദിൻ്റെയും അസബയുടെയും കണക്കൊക്കെ പഠിച്ചിട്ട് വരും. എന്നാലും എന്ത് ചെയ്യും? ഹജബ് മനസ്സിലാവുള്ളൂ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ പരിപൂർണ്ണമായി പഠിക്കാനും അത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أول ما نستفتح المقال بذكر حمد ربنا تعالى فالحمد لله على ما أنعم حمدا به يجلو عن القلب العمى ثم الصلاة بعد والسلام على نبي دينه الإسلام